വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. തച്ചങ്കരി തമ്പുരാന്റെ പിറന്നാൾ ആഘോഷം പൊടി പൊടിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ മുറിച്ച കേക്കിന്റെ രുചിയില്ല ഇന്നത്തെ ലഡുവിന് എന്ന് മാത്രം. സംഗതി അല്പം പുളിച്ചു തുടങ്ങി. ഇനിയപ്പോ ഹാപ്പി ബർത്ത്ഡേ പാടാൻ റെഡിയാണോ? 1 2 3 4. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾക്ക് യുവമോർച്ച മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തച്ചങ്കരിയുടെ ആഘോഷം തച്ചങ്കരിക്ക് വിടുപടി ചെയ്യും. പിണറായി വിജയ നാണക്കേട്. ജയ് 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 ഭാരത് മാതാ. ജയ് 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 ഭാരത് മാതാ. ജയ് 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 യുവമോർച്ച. ജയ് 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 യുവമോർച്ച. ഇപ്പോൾ ഈ ഗ്രഹണകാലത്ത് തൽക്കാലം ഗതാഗത വകുപ്പിലാണെങ്കിലും ഏമാൻ ഏത് നേരവും പോലീസിന്റെ തലപ്പത്ത് അവതരിക്കാം എന്നറിയാവുന്ന പോലീസുകാരും ആ ലഡു വാങ്ങിയില്ല കേട്ടോ. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ജന്മദിനം കേരളത്തിലെ മുഴുവൻ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലും ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനിക്കുക മാത്രമല്ല, തീരുമാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മേലാഫീസിൽ നിന്ന് കീഴാഫീസുകളിലേക്ക് ഉത്തരവ് പോയി എന്നാണ് കേട്ടുകേൾവി. ഇതെന്താ ഈ കേരളത്തിൽ നടക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ബർത്ത്ഡേ കേക്കുകൾ കേരളം മുഴുവൻ മുറിക്കുന്നതാണ് നമ്മൾ ചാനലുകളിലൊക്കെ കണ്ടത്, മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത്. എന്താ ടോമിൻ തച്ചങ്കരിക്ക് കൊമ്പുണ്ടോ? ഈ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലെല്ലാം അദ്ദേഹത്തിന്റെ ഈ ജന്മദിന കേക്ക് മുറിക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മന്ത്രി പറഞ്ഞ് ഞാൻ അന്വേഷിക്കുമെന്ന്. അത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ. ഔചിത്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന ഒരു വാക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓരോ വ്യക്തിക്കും ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് എന്തെങ്കിലും നിയമവും ചട്ടവും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഓരോ പദവിയിൽ ഇരിക്കുന്നവർ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെ നിയമമില്ലാത്തപ്പോൾ, നിയമമുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് ചെയ്യണം, നിയമമില്ലെങ്കിൽ അത് ഔചിത്യമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്തെങ്കിലും കോഡ് ഓഫ് കോണ്ടാക്റ്റോ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ, വേറെ ഒന്നുമില്ല. കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണോ ജന്മദിന കേക്ക് മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്? ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണോ? അല്ല, ഇത് ഈ പറഞ്ഞത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു വിഷയം. അതിനെ പറ്റി നേരത്തെ എന്തെങ്കിലും ഉണ്ടോ, നടപടിക്രമങ്ങൾ എന്തെങ്കിലുണ്ടോ, നിയമലംഘനം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. ഗതാഗത മന്ത്രിയുടെ ഫലിതങ്ങളാണ് ഇന്ന് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറും തമ്മിലുള്ള യുദ്ധത്തിൽ എപ്പോഴും പരാജയം മന്ത്രിക്കായി മാറുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഹെൽമെറ്റ് വെച്ചാലേ പെട്രോൾ കൊടുക്കുമെന്ന് ടോമിൻ തച്ചങ്കരി പറഞ്ഞു. മന്ത്രി അത് തിരുത്തി. പിന്നീട് അതേ മന്ത്രി തന്നെ പോയി ഹെൽമെറ്റ് വെച്ചാൽ മാത്രമേ പെട്രോൾ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെൽമെറ്റ് വിവാദം വിവാദം ഇല്ലല്ലോ. നിങ്ങൾ ആലോചിക്കണം, ആര് പറയുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ പരിഹാരം എങ്ങനെയാണെന്ന് അത് പല രൂപത്തിലാണ്. ഹെൽമെറ്റ് ധരിക്കാത്തവർക്ക് 1-ാം തീയതി മുതൽ പെട്രോൾ കിട്ടില്ല, ഇതായിരുന്നല്ലോ. ഇപ്പം പെട്രോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഒരു ബുദ്ധിമുട്ടും അല്ല. എന്തോ ആവട്ടെ, ഇടപെടാതെയോ ഇടപെട്ടാണോ ഇപ്പൊ പെട്രോൾ കിട്ടുന്നുണ്ടോ ഇല്ലേ? ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും കേരളത്തിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് അത് നിങ്ങൾ കണക്കിലെടുത്താൽ മതി. എന്താണ് നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതിലെ പ്രശ്നമല്ല. നമ്മുടെ ഒരു നമ്മുടെ 1-2 വ്യക്തികൾ തമ്മിലുള്ള ഇഷ്ടാനിഷ്ടമല്ലല്ലോ പ്രശ്നം. ജനങ്ങൾക്ക് അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? ജനങ്ങൾക്ക് ദ്രോഹകരമായ ഒരു കാര്യവും കേരളത്തിൽ LDF സർക്കാർ നടപ്പിലാക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിച്ചു. മരവിപ്പിച്ച തച്ചങ്കരിയുടെ ലിസ്റ്റ് അനുസരിച്ച് മാത്രമാണ് സ്ഥലമാറ്റം നടന്നത്. ഫംഗ്ഷനിൽ എന്നല്ലേ നോക്കേണ്ടത്, അല്ലാതെ മറ്റതൊക്കെ ഉപരിപ്ലവമായ കാര്യങ്ങളല്ലേ. അതിൻ്റെ ജിസ്റ്റ് എന്താണ്? ഞാനതാണ് നേരത്തെ ചോദിച്ചത്. പെട്രോൾ കിട്ടില്ല എന്നൊരു പ്രശ്നം വന്നു. പെട്രോൾ കിട്ടുന്നുണ്ടല്ലോ, അത് ഇടപെട്ടില്ലെങ്കിലും പെട്രോൾ കിട്ടുന്നുണ്ട്. പെട്രോൾ കിട്ടുന്നുണ്ട് എന്ന് വെച്ച് അതല്ലല്ലോ അതിൻ്റെ ഇത്. ഫലത്തിൽ എന്തായി എന്നെല്ലാം ചോദിക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട മന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെന്നാണ് പൊളിറ്റിക്സിന് പറയാനുള്ളത്. ചോദ്യം വേണമെങ്കിൽ ആവർത്തിക്കാം. എന്റെ ടോമിൻ തച്ചങ്കരിക്ക് കൊമ്പുണ്ടോ? എന്റെ RT ഓഫീസ് എന്റെ സ്വന്തം ഓഫീസാണ്. നിങ്ങളൊക്കെ കാണാൻ നിങ്ങളുടെ പത്രം ഓഫീസുകളിലും മാധ്യമ ഓഫീസുകളിലും ഒരു ജന്മദിനത്തിൽ കേക്ക് കെട്ടിയാറുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ചെയ്യണം. അപ്പോഴാണ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എന്റെ ഓഫീസ് ഏതാണ്? എന്റെ ഓഫീസ് ഈ തിരുവനന്തപുരത്തെ ഓഫീസല്ല. ഞാൻ കേരളത്തിന്റെ മൊത്തം ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. ഏത് ഓഫീസിൽ ഞാൻ ചെല്ലുന്നു ആ ഓഫീസിന്റെ അധികാരിയാണ് ഞാൻ. തച്ചങ്കരിയുടെ പിടിപാടിനെ കുറിച്ച് അറിയാത്ത ഒരു പോലീസുകാരനും കേരളത്തിലില്ല. അങ്ങനെ ഇരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്ന് വെച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സർക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സംഭ്രമജനകമായ ഒരു സമരമുണ്ടായി. CPM-ന്റെ പ്രവർത്തനം കൂടെയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് എന്നല്ല, ഭാരതത്തിൽ വരുന്ന ലക്ഷം ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അവർക്ക് ആനുകൂല്യം തന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കല് മരത്തിന്റെ വയലെ കയറിയുന്ന പല യുവാക്കളും താഴോട്ട് ചാടാൻ ശ്രമിച്ചതുപോലെ ഞങ്ങൾ മരിക്കാൻ തയ്യാറാകും. ഇങ്ങനെ ഒരു സമരത്തിൽ, അതായത് പരിവർത്തിത ക്രൈസ്തവർക്ക് പട്ടികജാതി പദവി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ജീവൻ മരണ സമരത്തിൽ കോടിയേരി സഖാവ് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് പൊളിറ്റിക്സ് ഞെട്ടിയത്. മൂപ്പർ ഇവിടെ എന്തു പറയാനാ? നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾക്ക് കേന്ദ്ര ഭരണത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു ഇടപെടാൻ പറ്റുന്ന അവസരം ഇന്ത്യയിൽ ഇതുവരെ ഞങ്ങൾക്ക് കേന്ദ്ര ഭരണത്തിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസരം എന്തെങ്കിലും കിട്ടുന്ന കാലത്ത് ഞങ്ങൾ ആദ്യമായി ചെയ്യുന്നത് ഇതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഞങ്ങൾക്ക് പാർലമെന്റിൽ ഞങ്ങളുടെ അംഗബലം വർദ്ധിക്കണം. എങ്കിൽ മാത്രമേ പാർലമെന്റിനകത്ത് അത് ഇടപെടാൻ കഴിയുള്ളൂ. പരിവർത്തിത ക്രൈസ്തവർക്ക് ഈ ജന്മത്തിൽ പട്ടികജാതി പദവി കിട്ടാൻ പോകുന്നില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ സ്ഥിതിക്ക് പൊളിറ്റിക്സ് ഒരിടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഇങ്ങനെ പ്രസംഗിക്കുന്നതിൻ്റെ രഹസ്യം പൊളിറ്റിക്സ് പഠിപ്പിച്ചു തരാം. അപ്പോൾ കല, പ്രസംഗകല പൊളിറ്റിക്സ് പഠിപ്പിച്ചു തരാം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അതിനു പറ്റിയ ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാം എന്നാണ്. അതും പൊളിറ്റിക്സ് അല്ല ചെയ്യുന്നത്, പ്രസംഗകലയുടെ ആചാര്യനാണ്. ഏറെ സന്തോഷത്തോടെ ചിരിയുടെ കുടിയേറ്റം ഞാൻ പ്രകാശനം ചെയ്യുന്നു. ചിരിയുടെ കൊടിയേറ്റം, അതാണ് പുസ്തകത്തിന്റെ പേര്. കോടിയേരി സഖാവിന്റെ പ്രസംഗങ്ങളിൽ നിന്ന് അരിച്ചെടുത്ത ഫലിതങ്ങളാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. എന്ന് വെച്ചാൽ പ്രസംഗം മാത്രമല്ല, ഫലിതവും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡ്. അതാണ് ഈ പുസ്തകം. രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ വാക്കുകളുടെ വായ്ത്തല പോലെ ഉപയോഗിക്കാനുള്ള സാമർഥ്യം വേണം. വശീകരണത്തിന്റെ കല എന്നാണ് പ്രസംഗത്തെപ്പറ്റി അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മൂർച്ചയുള്ള
ആയുധമാണ് നാവ് എന്ന ശ്രീ ബുദ്ധന്റെ വാക്കുകളും പ്രസംഗകലയുടെ ആധികാരികത ആധികാരികതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല VS അടുത്ത കാലത്തായി വാക്കുകൾ വായ്ത്തല പോലെ ഉപയോഗിക്കുന്നതായി കാണാറില്ല. അതിന്റെ കാരണം രാഷ്ട്രീയമാണോ എന്തോ? CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ചിരിയും ചിന്തയും ഉയർത്തുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ 4 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുജീവിതത്തിനുടമയാണ് കോടിയേരി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ ആരംഭിച്ച പൊതുജീവിതം പല തലങ്ങളിലും പല ഘട്ടങ്ങളിലും പിന്നിട്ട് ഇപ്പോൾ CPIMന്റെ സംസ്ഥാനത്തെ അമരക്കാരനായി നിൽക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തിന് കരുത്തു പകർന്ന ഘടകങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ രീതി. എത്ര ഗഹനമായ രാഷ്ട്രീയ പ്രശ്നവും അതീവ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത് ശരിയാണ് കേട്ടോ. അക്രമ രാഷ്ട്രീയം എന്ന അതീവ ഗഹനമായ വിഷയം പോലും എത്ര ലളിതമായാണ് കോടിയേരി സഖാവ് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കൂ. ഇവ ശത്രുവർഗത്തിന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഓരോ പ്രദേശത്തും ഉണ്ടാകണം. നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേരണം. നമ്മുടെ യുവാക്കൾക്കെല്ലാം ആവശ്യമായുള്ള കായിക പരിശീലനം കൊടുക്കണം. ലക്ഷണമൊത്ത പ്രസംഗങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗങ്ങൾ എന്ന് ഇനിയും ബോധ്യമാവാത്തവരുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൂടി കണ്ടു നോക്കൂ. കഥ, സാരോപദേശം, ഉദ്ധരണി, ഉപാഖ്യാനം, ഫലിതം എന്നിവയെല്ലാം പ്രസംഗകലയുടെ നല്ല ചേരുവകളാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സമഞ്ജസമായി ഉപയോഗിക്കുന്നതിൽ കോടിയേരിക്ക് സവിശേഷമായ കഴിവുണ്ട്. പ്രസംഗത്തിൽ ഫലിതം പറയുമ്പോൾ അത് ഫലിതത്തിന് വേണ്ടി മാത്രമാകരുത്. പ്രസംഗിക്കുന്ന വിഷയത്തിനും സന്ദർഭത്തിനും ശ്രോതാക്കൾക്കും അനുയോജ്യമായ ഫലിതം പറയണം. അപ്പോൾ പിന്നെ പ്രസംഗത്തിൽ ഫലിതം ഉൾച്ചേർക്കേണ്ടത് എങ്ങനെയെന്ന് നേരിട്ട് പഠിക്കുക തന്നെ വേണമല്ലോ. ഈ ഫലിതം പറയണം എന്ന് വിചാരിച്ച് പ്രസംഗം തുടങ്ങിയാൽ അതൊരു പ്രസംഗമായി ജനങ്ങൾക്ക് സ്വീകാര്യമാകണമെന്നില്ല. ഓരോ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനമാക്കി ചില പ്രയോഗങ്ങൾ നടത്തുമ്പോഴാണ് ജനങ്ങൾക്കത് സ്വീകാര്യമാകുന്നത്. ഞാൻ ആദ്യഘട്ടത്തിലൊന്നും പ്രസംഗത്തിൽ തമാശകളോ ഒന്നും പ്രയോഗിക്കുന്നൊരു പ്രാസംഗികനായിരുന്നില്ല. വിദ്യാർത്ഥി ആയിരുന്ന കാലത്തൊന്നും എൻ്റെ പ്രസംഗ ശൈലി അങ്ങനെയായിരുന്നില്ല. ചെറുപ്പത്തിലെ ലക്ഷ്യം ഇന്ത്യൻ വിപ്ലവമായിരുന്നുവല്ലോ. വിപ്ലവ ലൈൻ മാറ്റിവെച്ച് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ട്രാക്കിലേക്ക് കയറുന്നതോടെയാണ് കോടിയേരിയുടെ പ്രസംഗത്തിന്റെ ലൈനും മാറിയത്. എന്നാൽ 1982 ഞാനൊരു നിയമസഭാ സാമാജികനായി വന്ന സന്ദർഭത്തിൽ നിയമസഭയിൽ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരു ഫലിതം ഉപമ പ്രയോഗിച്ചപ്പോൾ പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിൽ നിയമസഭ അവലോകനത്തിൽ അന്നത്തെ KR ചുമ്മാർ എന്നെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശകലനം അവതരിപ്പിച്ചുകൊണ്ട് ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ നിയമസഭയിലെ പ്രവർത്തനത്തെക്കുറിച്ച് മാധ്യമ അവലോകനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിലയിരുത്തലായിട്ടാണ് ചുമ്മാർ ആ നടത്തിയിട്ടുള്ള അവലോകനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതെനിക്ക് പിന്നീടുള്ള പ്രസംഗങ്ങളിൽ ഒരു പ്രചോദനമായി. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും പിന്മാറിയതോടെ സഖാവ് പ്രസംഗത്തിലെ തമാശലൈനും ഉപേക്ഷിച്ചു. ഇപ്പോൾ അടുത്തായി പല സ്ഥലത്തും പൊതുയോഗത്തിന് പോകുമ്പോൾ നമ്മുടെ ചില സഖാക്കൾ എന്നോട് പറയാറുണ്ട്, പഴയ ഇതൊന്നും കാണുന്നില്ലല്ലോ ഇപ്പം പ്രസംഗത്തിൽ, ഇപ്പോഴങ്ങനെ പ്രസംഗിക്കാനും പറ്റൂല, ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആയിട്ട്
സെക്രട്ടറി അങ്ങനെ പറഞ്ഞാൽ ആളുകൾ പറയും ഇത് നിലവാരമില്ല, പാർട്ടി സെക്രട്ടറിക്ക് പറ്റിയ പ്രസംഗമില്ല എന്ന് പിറ്റേ ദിവസം പറയും. അപ്പൊ അതുകൊണ്ടൊരു പ്രസംഗം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതൊരു കാര്യമാണ്. ഒറ്റ പ്രസംഗം മതി ഒരു കേസ് എടുക്കാൻ. അപ്പൊ പ്രസംഗത്തിൽ ശ്രദ്ധിക്കണം, എത്രത്തോളം ശ്രദ്ധിക്കണം. എന്തിനേറെ പറയുന്നു, പ്രസംഗ പാഠവുമാണ് രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയക്കാരനായി നിലനിർത്തുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. അവിടെ സ്ഥാനാർത്ഥികൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായാലും ഡെമോക്രാറ്റിക്കാരനായാലും അവരുടെ നയസമീപനങ്ങളെ സ്വാധീനിക്കുന്നതിന് സ്ഥാനാർത്ഥികളുടെ പ്രസംഗ പാഠവുമാണ്. VSന്റെ പ്രസംഗ പാഠകത്തിന് എന്തു പറ്റി എന്നാണ് പൊളിമിക്സിന് ഇനിയും മനസ്സിലാവാത്തത്. ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന് തപ്പിത്തടഞ്ഞ് വായിക്കുകയായിരുന്നില്ല VSന്റെ രീതി. ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിച്ചിട്ട് BJP സംഘപരിവാർ വെള്ളാപ്പള്ളി നടേശൻ കൂട്ടുകെട്ട് ശക്തിപ്പെടുത്തി അതിൽ കൂടി അധികാരത്തിൽ തുടരാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നാണ് ചാണ്ടി ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നടേശനെ സ്വാധീനിക്കാൻ വേണ്ടി 10 ഏക്കർ സ്ഥലമാണ്, കണ്ണായ സ്ഥലം ഇടുക്കി പ്രദേശത്ത് നടേശന് കൊടുത്തിരിക്കുന്നത്. അതൊരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മൂർച്ചയേറിയ രാഷ്ട്രീയ ആയുധമായിരുന്നു, സഖാക്കളുടെ ആവേശമായിരുന്നു. ഒരു ദിവസം ഞാൻ VSനോട് ചോദിച്ചു, VS നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രസംഗ ശൈലി ഇങ്ങനെയായത്? ഈ പറയുന്ന നീട്ടലും കുറിക്കലും ഒക്കെ ആയിട്ട് എങ്ങനെ വന്നു? അപ്പൊ അത് VS പറഞ്ഞ ഉത്തരം ഞാൻ വളരെ ശ്രദ്ധിച്ചു. VS പറഞ്ഞു, കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോകുന്നു. അന്നത്തെ തൊഴിലാളികൾക്ക് സാക്ഷരത ഇതൊക്കെ തന്നെ വളരെ പിറകിലാണ്. അപ്പൊ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം, എൻ്റെ ആശയം അവരിലേക്ക് എത്തിക്കണം. അതിന് പറ്റുന്നൊരു ശൈലി ഞാൻ കണ്ടെത്തി. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം തൊഴിലാളി സഖാക്കളിലേക്ക് എത്തിക്കാൻ, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ശൈലി സഹായകരമായി. പിന്നീട് അതൊരു ശൈലിയായിട്ട് മാറി. ഇനിയിപ്പോൾ സ്വന്തം ആശയം ആരിലേക്കും എത്തിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തിയത് കൊണ്ടാണോ VS ഇങ്ങനെ പ്രസംഗം എഴുതി കൊണ്ടുവന്ന് ജീവനില്ലാതെ വായിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന ഉത്തരമില്ലാത്ത ചോദ്യം എറിഞ്ഞുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ജീവിതവും അഭിനയവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാം. അഭിനയകലയുടെ ആചാര്യനായ PC ജോർജിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സിനിമാ ചിന്ത. എൻ്റെ നാട്ടുകാരൻ ഈരാറ്റുപേട്ടക്കാരനായ അൻസാരി ഒരു പടം പിടിക്കുകയാണ്, ഒരു മഹാസംഭവം. അതാണ് സിനിമയുടെ പേര്. സാറേ, ഇവിടെ ഉള്ള ഒറ്റ വെറുതെ ശരിയല്ല സാറേ. ഞാൻ ആദ്യം ശരിയാകും, അവർ ബാക്കിയുള്ള ശരിയാക്കാം. അതെനിക്ക് പക്ഷേ ഇതുപോലുള്ള മദ്യം ആദ്യം നിർത്തുക കേട്ടോ, അപ്പോഴേ രക്ഷപ്പെടും സംഭവം. തന്നെപ്പോൾ ആളുകളൊക്കെ ഒന്ന് നന്നാകണം. താൻ ആദ്യം മാതൃ കാണിക്കുക, ഈ മദ്യം നിർത്തി മാതൃ കാണിക്കുക. അപ്പൊ എല്ലാവരും ആളാവേണ്ട കാര്യമില്ല. എന്റെ ആളല്ല മദ്യ, നേരെ നിൽക്കാൻ നോക്കി ആളാണ്. അതായത് സാർ നേരെ നിൽക്കാൻ പറഞ്ഞു, ഇങ്ങനെ നിൽക്കാനാ പറഞ്ഞത് അല്ലേ? ഇതെങ്ങനെ നിൽക്കണം. എന്നാലും എന്റെ ആളാ, എന്റെ ആളാ. നിങ്ങൾ വഴക്കുണ്ടാക്കട്ടെ, ഇതിലൊരു വഴക്കുണ്ടാക്കട്ടെ. എന്റെ ആളാ. ഇത് ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ ജീവിക്കില്ലേ. ഞാനിവിടെ വന്നു, ഞാനൊരു MLA എന്തിനും എൻ്റെ നാട്ടിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ ഇവിടെയും ചെയ്തു. അതല്ലാതെ ഇതിനകത്ത് അഭിനയത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. മഹാപ്രതിഭകൾ അങ്ങനെയാണ്, അവർ അഭിനയിക്കുന്നില്ല, ജീവിക്കുന്നേയുള്ളൂ.
എന്നാൽ പാവങ്ങൾ ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം പോലും അഭിനയമായി ആളുകൾ തെറ്റിദ്ധരിക്കും. മാണി സാറി നിഷ്പക്ഷനായി ജീവിക്കാൻ തീരുമാനമെടുത്തപ്പോൾ കണ്ടില്ലേ, എല്ലാവരും കൂടി അങ്ങ് കയറി മേഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒന്ന് ശക്തിപ്പെടുക. ഔസേപ്പച്ചൻ മാത്രമല്ല, ഏതാണ്ട് എല്ലാവരും പറയുന്നത് മുന്നണിയില്ലാതെ ഇങ്ങനെ ഏറെക്കാലം ജീവിക്കാനാവില്ല എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ചില പ്രത്യേക പരിസ്ഥിതിയിൽ ഒറ്റയ്ക്ക് നിന്ന് സ്വതന്ത്രമായ ഒരു നിലപാടോടെ മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനം ചർക്കുന്ന് ക്യാമ്പെടുത്തു. പക്ഷെ മുന്നണി രാഷ്ട്രീയം പ്രസക്തമാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്നതും പ്രസക്തമാണ്. അപ്പോൾ ഭാവി രാഷ്ട്രീയം എന്താണെന്നതിനെക്കുറിച്ച് ഇപ്പം കേരള കോൺഗ്രസ് ചിന്തിക്കണമെന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചാലും കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ കലാകാലവും മുന്നണിയില്ലാതെ നടക്കണമെന്ന നിലപാടൊന്നും മാണിസാറിനുമില്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് PJ ജോസഫും മോൻസി ജോസഫും പറഞ്ഞത്. മുന്നണി രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ലെന്ന് ഞങ്ങളാരും പറയുന്നില്ല. ഒരു കാലത്തും ഇനി മുന്നണി രാഷ്ട്രീയം, എല്ലാ കാലത്തേക്കും മുന്നണി രാഷ്ട്രീയം കേരള കോൺഗ്രസ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന അർത്ഥവുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് പാർട്ടി. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാണിസാറിനെയും ജോസ്മോനെയും മുകളിലോട്ട് വിളിക്കാൻ തക്കം പാർത്ത് നടക്കുന്നവരും സജീവമായി. മാണിസാറൊന്നും മൂടിയാൽ മതിയത്രേ. ഇവിടുന്ന് അവർ തയ്യാറാണെന്ന് പറയണ്ടേ? ജോസ് കെ മാണി മന്ത്രിയാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പ്രധാനമന്ത്രിയോടും അതുപോലെ അമിത്ഷാജിയോടും നേരിട്ട് സംസാരിക്കും. തുഷാർ മോന്റെ സഹായത്തോടെ കേന്ദ്രത്തിലോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ LDFനോട് അടുക്കണം. പ്രശ്നം വെച്ച് നോക്കിയാൽ സഹകരണമാവാമെന്ന് കോടിയേരി പറഞ്ഞിട്ടുണ്ടെങ്കിലും കാനത്തെ പൂജാരി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 2-ാം തീയതിയിലെ സമരമാണെങ്കിൽ അത് INTUC ഉൾപ്പെടെ BMS ഉൾപ്പെടെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ സാങ്കേതികമായി BMS അതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും ഉണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തിന് എല്ലാവരും കൂടെ യോജിച്ച് സമരം ചെയ്യുന്നതാണ്. ഒരേയുള്ള സമരങ്ങളൊക്കെ ആകുന്നതുകൊണ്ട് അപകടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായല്ലോ, അതിലപ്പുറം ഒരു ഇഞ്ച് അടുപ്പിക്കില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, മാണിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ CPI ഇല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. വീഴ്ത്തപ്പെട്ട മാണിയുടെയും പാർട്ടിയുടെയും രാഷ്ട്രീയ ശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ തീരുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.